താഴത്തിനെ താഴെയിറക്കും, ആലഞ്ചേരിയുടെ ചന്തിവിട്ട് തൊപ്പി ഊരി വാങ്ങും, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ കത്തോലിക്ക സഭാ വിശ്വാസികൾ. കുർബാന നടത്തുമ്പോൾ ഉമ്മറം കാണിക്കണോ അതോ പൃഷ്ഠം കാണിക്കണോ എന്ന് സഭാപിതാക്കന്മാർ തമ്മിൽ അടിമൂത്തുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്ക് കൈയും കൊടുത്ത് കുത്തിയിരിക്കുന്നു വിശ്വാസികൾ. ഈ കോലാഹല കച്ചേരി കണ്ട് പലരുടെയും ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഒടുവിൽ കുർബാന തർക്കത്തിൽപ്പെട്ട് സീറോ മലബാർ സഭ വെറും സീറോ ആയി പോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ വത്തിക്കാനിൽ കുത്തിയിരിക്കുന്ന അന്തർദേശീയ നൈറ്റ് തൊഴിലാളി സഹകരണ സംഘം മേലാളന്മാർക്ക് അനക്കം വെച്ച് തുടങ്ങി. കേരളത്തിൽ കത്തോലിക്ക സഭയുടെ സകല വിലയും കളഞ്ഞ, സഭയുടെ അടിത്തറ വരെ കുളം തോണ്ടിയ കളങ്കിത മെത്രാൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെയും അയാളുടെ ശിങ്കിടിയും അങ്കമാലി അടിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററുമായ ആൻഡ്രൂസ് താഴത്തിനെയും പദവികളിൽ നിന്നും നീക്കം ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി കർദിനാൾ ലിയോപോൾ ജിറേലി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വത്തിക്കാനിൽ നിന്നുള്ള ചില സുപ്രധാന രേഖകൾ കൈമാറിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആലഞ്ചേരിയെ എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് കത്ത് കൈമാറിയത് എന്നത് ദുരൂഹമാണ്. ആലഞ്ചേരി, താങ്കൾ ഇത്രയും സുഖിച്ചില്ലേ, മതി, മര്യാദയ്ക്ക് സ്വയം പിന്മാറുക, അല്ലെങ്കിൽ എടുത്ത് പുറത്തു കളയും, നാണക്കേടാകുകയും ചെയ്യും. ആലോചിച്ച് വിവരമറിയിക്കുവാനാണ് ജിറേലി ആവശ്യപ്പെട്ടത്. ഏകീകൃത കുർബാന വിഷയത്തിൽ സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എറണാകുളം അങ്കമാലി അടിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിനെ മാറ്റി ആലഞ്ചേരിയുടെ ശിങ്കിടിയായ ആൻഡ്രൂസ് താഴത്തിനെ വെച്ചാൽ നിലവിലെ പ്രശ്നങ്ങളെ അയാൾ ഒതുക്കിക്കൊള്ളുമെന്ന് കണക്കുകൂട്ടിയെങ്കിലും ആ കണക്കുകൂട്ടങ്ങളെല്ലാം തെറ്റുകയായിരുന്നു. തുടക്കത്തിൽ വത്തിക്കാൻ പോലും ആലഞ്ചേരിക്ക് അനുകൂലമായി നിന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും സഭ പിളർപ്പിന്റെ വക്കിൽ വരെ എത്തിയ സാഹചര്യത്തിലുമാണ് ഇപ്പോൾ വത്തിക്കാൻ ഇത്തരമൊരു അടിമുടി അഴിച്ചുപണിക്കൊരുങ്ങുന്നത് എന്നാണ് വിവരം. ആലഞ്ചേരിക്കും താഴത്തു ബിഷപ്പിനും ഒരു പട്ടിയുടെ വില പോലും അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും കേരളത്തിലെ ജനങ്ങളും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിരൂപത പാരലായി കാര്യങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ സഭാ നേതൃത്വത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. നിലവിലെ പ്രശ്നം നിയന്ത്രണ വിധേയമാക്കുവാൻ അടിയന്തിരമായി അഡ്മിനിസ്ട്രേറ്റർ പദവിയിലേക്ക് പൊതുസമ്മതനായ ഒരാളെ കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വത്തിക്കാന്റെ ഈ നിർദ്ദേശം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടുന്നത് സീറോ മലബാർ സിനഡാണ്. സീറോ മലബാർ സഭ മുൻ PRO ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ, ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മറണിക്കുളങ്ങര, ബിഷപ്പ് ജോസ് പുത്തൻവീട്ടിൽ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഈ പദവിയിലേക്ക് പരിഗണനയിൽ ഉള്ളത് എന്നാണ് വിവരം. പിടിച്ചിറക്കി വിടുന്നതിന് മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പദവി ഒഴിയുവാനുള്ള സന്നദ്ധ ജോർജ് ആലഞ്ചേരി കാണിക്കുവാനും സാധ്യതയുണ്ട്. 1999 സീറോ മലബാർ സഭയിലെ ആരാധനക്രമം പരിഷ്കരിക്കുവാൻ സിനഡ് ശുപാർശ ചെയ്തത്. അതിന് വത്തിക്കാൻ 2021 ജൂലൈയിൽ അനുമതി നൽകുകയും ചെയ്തു. എല്ലാ അതിരൂപതകളിലെയും കുർബാന അർപ്പണ രീതി ഏകീകരിക്കുവാനായിരുന്നു സിനഡ് തീരുമാനം. കുർബാനയുടെ ആമുഖഭാഗം ജനാഭിമുഖമായും, പ്രധാന ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായും, അവസാന ഭാഗം ജനാഭിമുഖമായും നിർവഹിക്കുക എന്നതായിരുന്നു ഏകീകരിച്ച രീതി. നിലവിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ളത് ഏകീകരിച്ച രീതി തന്നെയാണ്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത, തൃശൂർ, തലശ്ശേരി അതിരൂപതകളിൽ ജനാഭിമുഖ കുർബാന തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കുർബാനയുടെ പാഠം എല്ലാവരും അംഗീകരിച്ചെങ്കിലും അത് അർപ്പിക്കുന്ന രീതിയിലായിരുന്നു തർക്കം. ശരിക്കും ഈ വിഷയം എടുത്തിട്ടലക്കി തുടങ്ങിയത് കർദിനാൾ ആലഞ്ചേരിയുടെ ഭൂമി കുംഭകോണക്കേസിൽ നിന്ന് സഭാജനങ്ങളുടെയും മെത്രാന്മാരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അല്ലാതെ ഇതിൽ യാതൊരു കഴമ്പും ഇല്ലായിരുന്നു. ഒടുക്കം ആലഞ്ചേരിയുടെ അതിബുദ്ധി, ആലഞ്ചേരിയുടെ തന്നെ കസേര തന്നെ കളയുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.